everyone, this is Basil. Welcome to I Plus Reading Solutions. നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്നതും ഏറ്റവും ഡിഫിക്കൽട്ടുമായിട്ട് കമൻറ്റ് സെഷനിൽ കാണാറുള്ളത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ റാങ്കിൽ ഏറ്റവും മുൻപിലേക്ക് പോകാൻ സാധിക്കുന്ന ഒന്നാണ് ഇംഗ്ലീഷ്. പക്ഷേ നമുക്ക് എന്താ ബുദ്ധിമുട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ സ്കൂളിലൊക്കെ പഠിച്ചു വെച്ച കുറേ മെത്തേഡ്സ് SSC എക്സാമിനേഷന് അപ്ലൈ ചെയ്യും, നമുക്ക് മാർക്ക് താഴോട്ട് പോകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എളുപ്പത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ആൻസേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കുറച്ച് ഷോർട്ട് കട്ട്സും ട്രിക്സും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. സ്കൂളിലൊക്കെ പഠിച്ചു വെച്ച കോളേജിലൊക്കെ പഠിച്ചു വെച്ച കൺവെൻഷണൽ മെത്തേഡുകൾ മൊത്തം മാറ്റിയതിന് ശേഷം നമ്മൾ ആൻസേഴ്സിലേക്ക് എങ്ങനെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് പറയുന്ന ഒരു സെഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചോദ്യം മാത്രമേ നമുക്കിന്നുള്ളൂ. ഷീ ഈസ് ഡാഷ് യൂറോപ്യൻ സിറ്റിസൺ. നമ്മളുടെ ആർട്ടിക്കിൾ വിഭാഗത്തിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. ഷീ ഈസ് ഡാഷ് യൂറോപ്യൻ സിറ്റിസൺ എന്ന് പറയുന്നത്. ഓപ്ഷനിൽ എ ഉണ്ട്, ആൻ ഉണ്ട്, ദ ഉണ്ട്, നോ ആർട്ടിക്കിൾ ഉണ്ട്. എന്തായിരിക്കും ആൻസർ? സ്കൂളിൽ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കുട്ടി എങ്ങനെയായിരിക്കും ഇതിന് ആൻസർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്കൂളിൽ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കുട്ടി എപ്പോഴും ടീച്ചർ പറഞ്ഞിട്ടുണ്ട് AEIOU. ഓക്കെ, AEIOU വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആനാണ് എന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദാ നമ്മൾ ആൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ നൈസായിട്ട് ആൻസർ തെറ്റും. ആനല്ല ആൻസർ. അപ്പം നമ്മൾ AEIOUൻ്റെ കൂടെ ഈ പറയുന്ന ആനാണെന്നാണല്ലോ പറഞ്ഞത്. ടീച്ചർ പറഞ്ഞു തന്നതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞു തന്നത് ഇങ്ങനെയായിരുന്നു, AEIOU സൗണ്ടുകൾ വന്നു കഴിഞ്ഞാൽ ആൻ എഴുതിക്കോളൂ എന്നുള്ളതാണ്. അല്ലാതെ AEIOU ലെറ്റേഴ്സ് വന്നാൽ എഴുതാനല്ല ടീച്ചർ പറഞ്ഞത്. ടീച്ചർ എന്ത് വേണമെങ്കിലും പറയട്ടെ, സ്കൂളിൽ എന്ത് വേണമെങ്കിലും പഠിപ്പിക്കട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഞാൻ പറഞ്ഞു നമ്മൾ കൺവെൻഷണൽ മെത്തേഡ്സ് ഒന്നും ഫോളോ ചെയ്യേണ്ട. കൺവെൻഷണൽ മെത്തേഡ്സ് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മുടെ മാർക്കുകൾ പോകുന്നത്. സോ യു ഡോണ്ട് വാണ്ട് ടു ഫോളോ ദ കൺവെൻഷണൽ മെത്തേഡ്. വാട്ട് യു വാണ്ട് ടു ഡു ഈസ് ജസ്റ്റ് യൂസ് സിമ്പിൾ ട്രിക്സ്. ഓക്കെ, സിമ്പിൾ ട്രിക്സ് ഫോളോ ചെയ്യുക. ഇവിടെ ആൻസർ ആൻ ഒന്നും അല്ല, എ ആണ്. എ ആണ് ആൻസർ. ഷീ ഈസ് എ യൂറോപ്യൻ സിറ്റിസൺ. എങ്ങനെ നമ്മൾ ഓർത്തിരിക്കും? അതാണല്ലോ നമ്മുടെ വിഷയം. ഷീ ഈസ് എ യൂറോപ്യൻ സിറ്റിസൺ. സി, നിങ്ങളൊന്നും നോക്കണ്ട. അവിടെ എ വന്നോട്ടെ, ഇ വന്നോട്ടെ, ഐ വന്നോട്ടോ, യു വന്നോട്ടെ, എന്ത് വേണേലും വന്നോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. നിങ്ങളൊരൊറ്റ കാര്യം നോക്കിയാൽ മതി. അതായത് തന്നിരിക്കുന്ന ഡാഷ് കഴിഞ്ഞിട്ടുള്ള വേർഡ് നോക്കുക. ഡാഷ് കഴിഞ്ഞിട്ടുള്ള വേർഡ് എന്താ? യൂറോപ്യൻ ആണ്. ഇതിൻ്റെ മലയാളത്തിലെ ആദ്യത്തെ അക്ഷരം എഴുതുക. ഓക്കെ, എന്താ വേണ്ടത്? നമുക്ക് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഡാഷ് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ കിട്ടുമ്പം മലയാളത്തിലെ ആദ്യത്തെ അക്ഷരം എഴുതുക. മൊത്തം എഴുതൊന്നും വേണ്ട. മൊത്തമൊക്കെ എഴുതാൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മലയാളം ഫുള്ള് കിട്ടത്തില്ല. യൂറോപ്യൻ എന്തെങ്കിലും ആട്ടെ, അതൊന്നും വേണ്ട. ആദ്യത്തെ അക്ഷരം എഴുതാൻ പറ്റുമല്ലോ. ആദ്യത്തെ അക്ഷരം നിങ്ങൾക്ക് ഒരിക്കലും തെറ്റത്തില്ല, ആണല്ലോ. യൂറോപ്യൻ ആദ്യത്തെ അക്ഷരം യായാണ്. യായാണ്, കണ്ടോ? യാ, കൺഫ്യൂഷൻ ഇല്ല. യാ വെൽ ഫുൾ വെട്ടി ആണ്, നമുക്ക് മാറ്റിയിട്ടൊന്നും എഴുതാം. വെൽ സി, യൂറോപ്യൻ്റെ ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് യായാണ് എന്നുള്ള കാര്യം പറഞ്ഞു, ആണല്ലോ. യൂറോപ്യൻ്റെ ആദ്യത്തെ അക്ഷരം യായാണ്. വെൽ യാ, ഇത്രയും കാര്യം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഈ നമ്മൾ LKG പഠിച്ച അല്ലെങ്കിൽ അംഗനവാടി പഠിച്ച ഈ എന്ന് പറഞ്ഞു പോകുന്ന സാധനമല്ലേ, എവിടം വരെ പോവും? അംബുജാക്ഷന്റെ അമ്മ വരെ പോവും. അതായത് ആ മുതൽ എൻ്റെ കൂടെ പറ തൊട്ട് ഈ എന്ന് പറഞ്ഞിങ്ങനെ പോയി അംബുജാക്ഷന്റെ അമ്മ വരെ പോകുന്ന പാറ്റേൺ ഉണ്ടല്ലോ. ഇതുവരെയുള്ള അക്ഷരങ്ങൾ ഏതെങ്കിലുമാണ് കിട്ടുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണു അടച്ച ആൻസർ ഇരിക്കും. ആനായിരിക്കും ആൻസർ. ആനായിരിക്കും ആൻസർ. ആനിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ആ മുതൽ അമ്മ വരെയുള്ള അക്ഷരങ്ങളാണ് വരുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണു അടച്ച ആൻസർ ഇരിക്കോ, ആനായിരിക്കും ആൻസർ. ഡീലാണ്. ഓക്കെ, ഇനി യാ നമ്മൾ എഴുതി വെച്ചേക്കുന്ന യാ ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇതിലെവിടെയെങ്കിലും യാ ഉണ്ടോ? ഇതിലെവിടെയും യാ ഇല്ല, ആണല്ലോ. അതായത് ഉത്തരം എന്ന് പറയുന്നത് യാ വന്നു കഴിഞ്ഞാൽ എ ആണ്.
അതായത് ഈ അക്ഷരങ്ങളൊന്നും അല്ല വന്നതെങ്കിൽ ഉത്തരം എ ആണ്. അതായത് കായ്ക്ക കായ്ക്ക അവിടുത്തെ അക്ഷരങ്ങളില്ലേ അതൊക്കെയാണ് വരുന്നതെങ്കിൽ എ ആണ് ആൻസർ. അപ്പോൾ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ഇനി എ ഇ ഐ ഒ യു ഒന്നും പഠിക്കണ്ട. നിങ്ങൾ ഒറ്റ കാര്യം പഠിച്ചാൽ മതി. തന്നിരിക്കുന്ന ഡാഷ് കഴിഞ്ഞിട്ട് ഒരു വേർഡ് വരികയാണ്. ആ വേർഡിൽ ആദ്യത്തെ അക്ഷരം എന്ത് ചെയ്യണം? ആദ്യത്തെ അക്ഷരത്തിന്റെ മലയാളം എഴുതി നോക്കണം. മലയാളം എഴുതി നോക്കുമ്പം ആ മുതൽ അമ്മ വരെയുള്ള അക്ഷരമാണ് കിട്ടുന്നതെങ്കിൽ ആൻസർ എന്തായിരിക്കും? ആൻസർ ആനായിരിക്കും. ഇനി അതല്ല കിട്ടുന്നതെങ്കിൽ എ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു വേർഡ് നോക്കാം. ഏത് വേർഡ് നോക്കണം? നിങ്ങൾ പറ. ഏതെങ്കിലും ഒരു വേർഡ്, ഏതെങ്കിലും വേർഡ് പറ. സി അംബർല ആണല്ലോ. അംബർല നിങ്ങൾ പറ. അംബർല എന്താ? അംബർല എന്ന് പറഞ്ഞ വേർഡ് സി ആദ്യത്തെ അക്ഷരം എന്താ? അംബർലയുടെ ആദ്യത്തെ അക്ഷരം ഇംഗ്ലീഷിലെ യു ഒന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞ മലയാളത്തിലാണ്. വന്നില്ലേ? വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? ഒന്നും നോക്കണ്ട. ആ മുതൽ അമ്മ വരെയുള്ള അക്ഷരം ആനാണ് നമ്മുടെ ആൻസർ. ആനംബർല എന്നല്ലേ നമ്മൾ പറയുന്നത്. എന്നാ ഒരു വേർഡ് യൂണിവേഴ്സിറ്റി. ഇതേ ഇംഗ്ലീഷിലെ യു വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. യൂണിവേഴ്സിറ്റി അതായത് നമ്മൾ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ട് പോവാണ്. യു വന്നു കഴിഞ്ഞാൽ ആൻ വരും. യു എ ഐ ഒ യു വന്നാൽ യു വരും. പക്ഷേ ഇവിടെ ഓക്കെ ശരിയാണ് അംബർല. പക്ഷേ യൂണിവേഴ്സിറ്റിയിലോ ആൻ യൂണിവേഴ്സിറ്റി ആണോ? ഇറ്റ്സ് നോട്ട് ആൻ യൂണിവേഴ്സിറ്റി, ഇറ്റ് ഈസ് എ യൂണിവേഴ്സിറ്റി ആണ്. എ യൂണിവേഴ്സിറ്റി അതെങ്ങനാ? സി നോക്ക്, മലയാളത്തിൽ നമ്മൾ എഴുതി നോക്കുക. ദാ ഈ അക്ഷരമല്ലേ? യാ അല്ലേ? യൂണിവേഴ്സിറ്റി യാ, യൂറോപ്യൻ യാ ആണല്ലോ. സോ എ യൂണിവേഴ്സിറ്റി യാ വന്നു. ആ മുതൽ അമ്മ വരെ അല്ല വന്നിരിക്കുന്നത്. ആ മുതൽ അമ്മ വരെ അല്ലെങ്കിൽ ഇറ്റ് ഈസ് വാട്ട്? എ യൂണിവേഴ്സിറ്റി. വെൽ, നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് വേർഡ്സും കൂടി നോക്കിയിട്ട് നോക്കാം നിങ്ങൾക്ക് കിട്ടുന്നോ എന്ന്. സോ കൺഫ്യൂസിങ് വേർഡ്സ് നോക്കാം. വെൽ, ആനവർ സി ആയല്ലേ? ആ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? അവരുടെ ആദ്യത്തെ അക്ഷരം ആനവർ. കണ്ട ഹൗസ് രണ്ടു വെച്ചില്ല തുടങ്ങി വെക്കുന്നുണ്ടോ? ഹൗസ് എങ്ങനെ എഴുതുന്നത്? ഇങ്ങനല്ലേ ഹൗസ് എഴുതുന്നത്? ഹാ എവിടെ കിടക്കുന്നത്? ആ മുതൽ അമ്മ വരെയുള്ള അക്ഷരത്തിലുണ്ടോ? ആ മുതൽ അമ്മ വരെയുള്ള അക്ഷരത്തിൽ ഹായ് ഉണ്ടോ? ഇല്ല ആണല്ലോ. ആ മുതൽ അമ്മ വരെയുള്ള അക്ഷരത്തിൽ ഹായ് ഇല്ല. അപ്പൊ എന്താ ആൻസർ? എ ഹൗസ്. കണ്ടോ? ഇതാ വീണ്ടും വെച്ചാണെന്ന് തുടങ്ങി. ഓണസ്റ്റ് മാൻ. ഓണസ്റ്റ് ഒന്ന് മലയാളത്തിൽ നോക്കിയേ. ഓണസ്റ്റ് ഇതാ ഓ ഓ ഓ ഓ ആ ഇ വരുന്നതല്ലേ? ഇറൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഓ വരുന്നേ. സോ ഓണസ്റ്റ്, ആൻ ഓണസ്റ്റ് മാൻ. കണ്ടോ? ഹോട്ടലോ? നിങ്ങൾ ഹോട്ടലൊക്കെ സാധാരണ ബോർഡ് കേട്ടിട്ടുണ്ടായിരിക്കും. കണ്ടോ? ഇങ്ങനെ ഹോട്ടൽ ഇങ്ങനെ ഇതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഈ അക്ഷരം മാത്രം കൺസിഡർ ചെയ്യാം. സോ ഹൗസിന്റെ ഇത് വന്നു. ഹേ ഹോട്ടൽ. MPA കണ്ടോ? MPA വന്നേക്കുന്നത്. MBA MBA ഇങ്ങനെ വന്നേക്കുന്നത് കണ്ടോ? എ. അപ്പൊ എന്താ പറ? ആനാണ്. കണ്ടോ? MBA ഇവിടെ വരുന്ന പാറ്റേൺ ആണ്. സി ചില കുട്ടികൾ പറയും, അതായത് ഈ പറയുന്ന നമ്മളുടെ അബ്രിവേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എ എഴുതുക, ആൻ എഴുതുക എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഷോർട്ട് കട്ട് ഒന്നും ഇല്ല ഇവിടെ. ഇപ്പം എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ MBA എഴുതിയപ്പോൾ ആൻ എഴുതിയത്. ഇനി BA ആണെങ്കിലോ? BA ആണെങ്കിൽ എ ആണ്. കണ്ടോ? എ ആണ്. കാരണം എന്താ? ബായാണ്. ബാ വരുമ്പോൾ ഇതാണ്. കണ്ട? ബാ വരുമ്പം ഈ പാറ്റേൺ വരുന്നത്. വേണമെങ്കിൽ ഇത് നോക്കാം. സി ഇവിടെ MLA ഉണ്ടോ? യൂണിവേഴ്സിറ്റി പറയുന്നതിന്. യൂണിവേഴ്സിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. യൂണിവേഴ്സിറ്റി ഒന്നുകൂടി പറഞ്ഞു നോക്കാം. യൂണിവേഴ്സിറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ച കണ്ടോ? ഓക്കെ. ഇനി നമുക്ക് MLA നോക്കാം. MLA നിങ്ങൾ നോക്കാം. MLA ഈ സാധനം അല്ലേ? ഈ സാധനം വന്നു കഴിഞ്ഞാൽ എന്താ? ആനാണെന്ന് ഞാൻ പറഞ്ഞു. ആ മുതൽ അമ്മ വരെയുള്ള അക്ഷരം. ഇഞ്ചോടി പഠിക്കണോ? 3 വയസ്സായ കൊച്ചുകൾ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഇഞ്ചോടി എടുത്ത് പഠിച്ചു നോക്കി. ഇവിടെ വരുന്ന സാധനമാണ് ആണല്ലോ. MLA എന്ന് പറയുന്ന സാധനം, MLA എന്ന് പറയുന്ന പാറ്റേണിനകത്ത് ആനാണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയാന്ന് വെച്ചോ. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. സി മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന സാധനം നമ്മൾ എങ്ങനെ എഴുതാൻ? ആദ്യത്തെ അക്ഷരം നോക്ക്, മായാണ്. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മായാണ്. ആ മുതൽ അമ്മ വരെ ഉണ്ടോ? അമ്മ മുതൽ അമ്മ വരെ ഒന്നും ഇല്ല. മാ എവിടെ കിടക്കുക? അങ്ങ് കിടക്കുക. ഓക്കെ. സോ എന്താണ്? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എ മെമ്പർ. ഇനി ഇത് തന്നെ MLA ആണെങ്കിൽ ആൻ MLA ആണ്. കാരണം MLAയുടെ അക്ഷരം എന്ന് പറയുന്നത് ഇതാണ്. MLA എന്ന് പറയുന്ന അക്ഷരം. അപ്പം അതുകൊണ്ടാണ് ആൻ എന്ന് പറയുന്ന പാറ്റേണിലേക്ക് പോയത്. സി യൂറോപ്യൻ.
നമ്മൾ ഈ വേർഡിലല്ലേ പഠിച്ചു തുടങ്ങി. എ യൂറോപ്യൻ, ഇതായിരുന്നു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലാണ് നമ്മൾ പഠിച്ചത് യൂറോപ്യൻ യാണ് എന്നുള്ള കാര്യം നമ്മൾ നോക്കി. അംബർല ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അംബർല, സി യൂണിവേഴ്സിറ്റിയുടെ യുവും അംബർല യുവും ഒരിടത്ത് ആൻ വന്നു, എ വന്നു. ഇനി നിങ്ങൾ അത് കണ്ട് കൺഫ്യൂസ്ഡ് ആവില്ല. കാരണം എന്താ, നമുക്ക് അതിന്റെ ഷോർട്ട് കട്ട് അറിയാം. വേർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്നുള്ള കാര്യം അറിയാം. അതായത് വേർഡ് കണ്ടു കഴിഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ ആദ്യത്തെ അക്ഷരം എഴുതി നോക്കും. വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് നോക്കാം. യൂസ്ഫുൾ പെൻ ആണല്ലോ, ഇതൊരു യൂസ്ഫുൾ പെൻ ആണ് എന്നുള്ളത്. സി യൂസ്ഫുൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, യു യാ ഉണ്ടോ, യൂസ്ഫുൾ പെൻ എന്ന് പറയുന്ന പാറ്റേണിൽ യാ എഴുതി, ഒന്നും നോക്കണ്ട, നമുക്കവിടെ പാറ്റേൺ കിട്ടി. സോ എ യൂസ്ഫുൾ പെൻ എന്നുള്ള കാര്യം നമുക്കവിടെ കിട്ടി. സോ കൺഫ്യൂസിങ് ആയിട്ട് എക്സാമിന് റിപ്പീറ്റ് അടിച്ചിരുന്ന വേർഡ്, ഏത് വേർഡ് വന്നാലും നമുക്കവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഏത് വേർഡ് വന്നാലും നമുക്കവിടെ ഒരു പ്രശ്നമല്ല. എളുപ്പത്തിൽ ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എല്ലാവർക്കും തെറ്റുന്ന ഒരൊറ്റ വേർഡും കൂടി എഴുതിയിട്ട് നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. സി വേർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് പറയാ. വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർഷയിലെ വർഷം, വർഷത്തിന്റെ ഇംഗ്ലീഷ്. വർഷത്തിന്റെ ഇംഗ്ലീഷ് എന്താ, ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം. നമുക്ക് വർഷത്തിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ പറ. വർഷത്തിന്റെ ഇംഗ്ലീഷ് ഇതല്ലേ? എ ആണോ ആൻ ആണോ? എ ആണോ ആൻ ആണോ? വർഷത്തിന്റെ ഇംഗ്ലീഷ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എ ആണോ ആൻ ആണോ? നമുക്ക് വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിലേക്ക് എഴുതും ആണല്ലോ. മലയാളത്തിലേക്ക് ഒന്ന് എഴുതിയേ. മലയാളത്തിൽ എഴുതുമ്പോൾ നിങ്ങളൊന്ന് വേഗം മലയാളത്തിൽ എഴുതി നോക്കിയേ. ഇങ്ങനെയാണ് നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മലയാളം അറിയത്തില്ല. സി ഇതിൻ്റെ മലയാളം ഇങ്ങനെയല്ല എഴുതുന്നത്. ഇതാണ് മലയാളം, ഇതാണ് മലയാളം. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ, ഇതാ മലയാളം. കണ്ട, സി ആക്ച്വലി ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇയർ എന്നൊന്നുമല്ല, ഇയർ. ദ പ്രൊനൗൺസിയേഷൻ ഈസ് ലൈക്ക് ദിസ്, ഇയർ. സോ നമ്മൾ മലയാളം എഴുതുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ ആണ് ആൻസർ എന്നുള്ളത്. സോ എ ഇയർ, എ ഇയർ. ഓക്കെ, വിഷമിക്കേണ്ട, മലയാളത്തിൽ എല്ലാവരും എഴുതി തെറ്റിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തന്നത്. സോ മലയാളം അതിൻ്റെ ഇതാണ്. പിന്നെ എക്സാം ഹോളിൽ ചെല്ലുമ്പം ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ആൻ ഉപയോഗിക്കുമോ? നോ, കാരണം അപ്പം തന്നെ ഓർമ്മ വന്നോണം ഇതാണ് മലയാളം എന്നുള്ള കാര്യം. സോ എളുപ്പത്തിൽ നമുക്ക് ആൻസേഴ്സിലേക്ക് എത്താം. അപ്പോൾ ഒരു കൺവെൻഷണൽ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. കൺവെൻഷണൽ മെത്തേഡ് ഒന്നും നമുക്ക് വേണ്ട. ഇതുപോലെ കുറേ ഷോർട്ട് കട്ട്സും ട്രിക്സും വെച്ച് നമുക്ക് ജോലിയിലേക്ക് എത്താം. വെൽ, സോ ഡു പ്രാക്ടീസ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.